ഫ്രണ്ട്സ്, നമ്മളെ ആംപ്ലിഫയറിൽ ഈ ടൈപ്പ് USB മോഡ്യൂൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ ഈ വോളിയം കുറച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ കൂട്ടുന്ന സമയത്ത് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ചെറിയ മോഡ്യൂളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ മോഡ്യൂൾ ഉണ്ടല്ലോ, ഇതുപോലത്തെ ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും ചെറിയ മോഡ്യൂളാണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ട്. ഇതിന് സാധാരണ കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ USB മോഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് സപ്ലൈ, ഈ ഒരു കണക്ടറാണത്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഒരു 5 വോൾട്ട് തരുന്ന ഒരു IC ഉണ്ട്. ഈ ICയിൽ നിന്ന് ഈ 2 വയറാണ് ഇങ്ങനെ വരുന്നത്. ഈ ഒരു ഓറഞ്ചും അതേപോലെ യെല്ലോ കളർ, ഈ 2 വയറുകളാണ് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങോട്ട് വരുന്നത്. അത് ഇവിടെയാണ് ജോയിൻ്റ് ആവുന്നത്. അപ്പോൾ ഈ ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് പോസിറ്റീവ് ഈ ഒരു വയർ കണ്ടോ, ഇതും ഈ ഒരു നെഗറ്റീവ് ഈ ഒരു യെല്ലോയുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഈ പോസിറ്റീവ് വയറിൽ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. മനസ്സിലായോ? അതായത് ഇതിപ്പോൾ ഈ 2 വയർ ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിന് പകരം അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് വെച്ചു. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.2 ഓംസ് ആണ്, 2.2 ഓംസ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാട്ട്സ് കൂടിയ റെസിസ്റ്ററാണ്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ 2 വാട്ട്സിൻ്റെ റെസിസ്റ്ററെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ടൈപ്പ് വേണമെന്നില്ല, സാധാരണ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 2 വാട്ട്സ് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. വാല്യൂ പറയുകയാണെങ്കിൽ 1 ഓംസ് മുതൽ 5 ഓംസ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫാൻ കറങ്ങിയിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഞാനൊരു സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണാക്കിയാലേ സ്പീക്കറിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വോളിയം കൂട്ടുകയാണ്. കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബീപ്പ് സൗണ്ട് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. 2200 മൈക്രോ ഫാരഡ് 16 വോൾട്ട് കപ്പാസിറ്ററാണത്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഈ 5 വോൾട്ട് നമ്മളിപ്പോൾ ഈ കൊടുത്ത ഈ 5 വോൾട്ട് പ്ലസും മൈനസിന് അക്രോസ് ആയിട്ട് പൊളാരിറ്റി കറക്റ്റായിട്ട് നോക്കണം. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഇതാണ്, പോസിറ്റീവ് ഈ ഭാഗമാണ്. അപ്പോൾ അത് മാറിപ്പോവാതെ കറക്റ്റായിട്ട് +5 വരുന്ന സ്ഥലത്ത് ഈ പോസിറ്റീവും നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് ഇതും വരുന്ന രീതിയിൽ ഈ 2 വയറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ ഹമ്മിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ബീപ്പ് സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഹമ്മിങ് സൗണ്ടിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള കണ്ടീഷനിൽ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ വോളിയം നല്ല ഹൈയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കേൾക്കുന്നത്. ഓക്കെ, ഇനി ഞാനിത് എടുക്കുമ്പോൾ ഉള്ള മാറ്റം ശ്രദ്ധിച്ചാവും. കണ്ടോ, വോളിയം കൂടിയതുണ്ടോ? ഞാൻ വീണ്ടും ഇൻസേർട്ട് ചെയ്യാണ്. കണ്ടില്ലേ? അപ്പോൾ ബീപ്പ് സൗണ്ട് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ വോളിയം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. ഓൾമോസ്റ്റ് 80-90% നമ്മളിപ്പോൾ നോർമലി വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 50%, 60% വരെയൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിനി ഇത് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ മാറ്റം വരുന്നത് എന്നുള്ളത് ഞാൻ സ്പീക്കറിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം. കേട്ടില്ലേ? അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. ഇനി ഞാൻ വീണ്ടും കപ്പാസിറ്റർ അവിടെ നിന്ന് എടുക്കാൻ പോവാണ്. കണ്ടില്ലേ? വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? ഇപ്പോൾ ബീപ്പ് സൗണ്ട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ നോർമലി ഉപയോഗിക്കുന്ന വോളിയം അല്ല ഇത്, 80-90% ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വോളിയത്തിൽ വളരെ കുറവ്, അതായത് ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല, ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ റെസിസ്റ്റർ ഇതവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കപ്പാസിറ്റർ ഞാൻ ചെയ്ത സമയത്ത് ഇവിടെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ അവിടെ ചെയ്ത സമയത്ത് നമ്മുടെ വോളിയം നമ്മുടെ ബീപ്പ് സൗണ്ട് കുറയുന്നില്ല, വളരെ കുറഞ്ഞൊരു മാറ്റമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ സർക്യൂട്ടിൽ ഡയറക്റ്റ് ഇവിടെ ചെയ്യുന്ന സമയത്ത്
നോക്കുക, നമ്മുടെ USB ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത്, അതായത് DC 5 വോൾട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, 2200 മൈക്രോ ഫാരഡ് 16 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിലും കുറഞ്ഞ വാല്യൂ കൊടുത്ത് നോക്കിയായിരുന്നു, പക്ഷേ അപ്പോൾ ഭയങ്കരമായൊരു മാറ്റം തോന്നിയില്ല. 1000 നിങ്ങൾ ചെയ്ത് നോക്കാം, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കാം. 1000 മൈക്രോ ഫാരഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 470 ചെയ്ത് നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് 10 വോൾട്ടെങ്കിലും കൊടുക്കണം. 10 വോൾട്ടിൻ്റെ താഴെ ഉള്ളത് കൊടുക്കരുത്. 10 വോൾട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എത്ര വോൾട്ട് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഏറ്റവും ചുരുങ്ങിയത് ഒരു 470 കൊടുത്ത് നോക്കുക. എന്നിട്ട് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കൊരു 2200 വരെയൊക്കെ കൊടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം 50% വോളിയത്തിലാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ മുമ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 80% ആയിട്ടുണ്ട്. അത് 100% വോളിയാണ്. വളരെ കുറഞ്ഞ ഒരു ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. കാരണം നമ്മളത് പാട്ടിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മളത് കേൾക്കുന്നതല്ല. കാരണം ഇതിപ്പോൾ നോർമലി നമ്മൾ പാട്ട് ഇപ്പോൾ നല്ല വോളിയത്തിൽ ഏകദേശം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതായത് 50% വെച്ചാൽ മതി. ഈ സമയത്ത് പറഞ്ഞാൽ ശരിക്ക് ഓൾമോസ്റ്റ് വളരെ കുറഞ്ഞ ഒരു സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ രീതിയിലൊന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.